ഹായ്, ഇന്ന് നമുക്ക് ടേസ്റ്റിയായ ഒരു പലഹാരം തയ്യാറാക്കാം. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്നതുമാണ്. എന്നാൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. അത്രയും ടേസ്റ്റിയായ ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇത് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. കാരണം ഇത് ഉണ്ടാക്കി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇടിയപ്പം തയ്യാറാക്കുന്നതിലേക്കായി നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്നത് പോലെയാണ് ഇതിനും നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാൻ ഇടിയപ്പം തയ്യാറാക്കാൻ നല്ല വെള്ളം തിളപ്പിച്ച് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്കാണ് അരിപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുന്നത്. നല്ല നൈസ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ മാവ് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആ മാവ് നമുക്ക് അല്പം കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ മാവും ഇതുപോലെ ഒന്ന് നമുക്ക് ചെറിയ ബോളാക്കി ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. രാവിലെ കുട്ടികൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. അതുപോലെ വൈകുന്നേരങ്ങളിലാണെങ്കിലും നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാകുന്നു ഇത്. ഇതുപോലെ ബോൾ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ബോളാക്കി എടുക്കുക. അതെല്ലാം ഇതുപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നമുക്കിതെല്ലാം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്ന് വയ്ക്കുക. ഇത് തണുക്കുന്നതിന് വേണ്ടിയാണ്. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കത് തയ്യാറാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബോളുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ മാവിൽ ചേർത്തിട്ടുണ്ടായിരുന്നു.
വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ മാവിൽ ഉപ്പിട്ടിട്ടാണ് മാവ് റെഡിയാക്കി എടുത്തത്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അങ്ങനെ നമ്മുടെ കിടിലൻ റെസിപ്പി തയ്യാറായി. 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാനായും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും BP ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം. അതുപോലെ ഇതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല, എരിവാണുള്ളത്. അല്പം വറ്റൽമുളകൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല ഒരു ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഷുഗർ ഉള്ളവർക്കും ധൈര്യമായി കഴിക്കാം. ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങൾ എപ്പോഴും ഹെൽത്തിയായ പലഹാരങ്ങളാണ്. ഇത് കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്.